പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെക്കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമ സംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം മക്കളെ, അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സുഖസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെയ്യുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവേ, സഭയിലുള്ള സാന്നിധ്യം ദൃഢമാക്കണമേ. 39 വർഷം ഞാൻ അർപ്പിച്ച കൃപാന്റെ യുഗതിയായി കൃപാസ്ഥാന ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിന്റെ മാധ്യസ്ഥയിൽ അത്താറെ നടന്ന 10,000-കണക്കിന് ആരാധന ശക്തിയാൽ കർത്താവേ, കൃപ വന്ന് പെട്ടിരിക്കുന്ന വഴികൾ ഒരു തീരുമാനം എടുക്കാൻ പറ്റാത്തവർ, പല വിഷയങ്ങളെക്കുറിച്ചും ഏത് ജോലിക്ക് പോകണം, ഏത് നാട്ടിൽ പോകണം, ഏത് രാജ്യത്ത് പോകണം എന്നറിയാൻ പറ്റാതെ വിഷമിക്കുന്നവർ, എന്ത് പഠിക്കണം എന്നറിയാൻ പറ്റാതെ വിഷമിക്കുന്നവർ, ഒരു തീരുമാനം എടുക്കാൻ പറ്റാത്തവർ, അവർക്ക് പരിശുദ്ധാത്മാവ് പ്രവർത്തിച്ചുകൊണ്ട് അവർക്ക് പുതിയ തീരുമാനം എടുക്കാൻ കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ. കർത്താവേ, അങ്ങയുടെ മക്കളെ ഇന്ന് സഞ്ചരിക്കുന്ന ഓരോ വഴികളെ നീ ആശീർവദിക്കണം. കർത്താവേ, അങ്ങയുടെ മക്കള് ഇന്ന് കണ്ടുമുട്ടുന്ന ഓരോ വ്യക്തികളിലും കർത്താവിൻ്റെ ശക്തി നിറയട്ടെ. കർത്താവേ, അങ്ങയുടെ മക്കള് ഇന്ന് യാത്ര തിരിക്കുന്ന, ലക്ഷ്യം വെക്കുന്ന ഓരോ ലക്ഷ്യങ്ങളും കർത്താവിൻ്റെ നാമത്തിൽ സാധിക്കുകയും അനുഗ്രഹം പ്രാപിക്കുകയും ചെയ്യട്ടെ. ഇന്നത്തെ ദിവസം സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. കണ്ടുമുട്ടാൻ പോകുന്ന വ്യക്തികളെ മനസ്സിൽ കാണുക, ചെയ്യാൻ പോകുന്ന കാര്യങ്ങളെ മനസ്സിൽ കാണുക. ആരുടെയെങ്കിലും തരത്തിലുള്ള നീരസമോ സങ്കടമോ അല്ലെങ്കിൽ ആരെങ്കിലും ഒരു ഭയമോ എന്തെങ്കിലും വിഷയങ്ങളുണ്ടെങ്കിൽ ആ മേഖലയിലെല്ലാം പരിശുദ്ധമ്മ തൻ്റെ നീല മേലങ്കിയാൽ അങ്ങയുടെ മക്കളെ പൊതിഞ്ഞ് പിടിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവ്. ഞങ്ങളിന്ന് സംസാരിക്കുന്ന വ്യക്തികൾ, ഞങ്ങൾ ചില പ്രോജക്റ്റുകൾക്ക് വേണ്ടിയും ചില പോംവഴികൾക്ക് വേണ്ടിയും ജീവിതത്തിലെ ചില പ്രയാസങ്ങൾ, സാമ്പത്തിക വിഷയങ്ങളായാലും മറ്റു വിഷയങ്ങളായാലും മാറുന്നതിന് വേണ്ടി സംസാരിക്കാൻ പോകുന്ന വ്യക്തികളിലെ, നിങ്ങൾ സംസാരിക്കാൻ പോകുന്ന വ്യക്തികളിലെ ഇന്ന് പരിശുദ്ധാത്മ നിറയട്ടെ. സുന്ദരി മാതാവ്, സമയത്തിനധികമായ പരിശുദ്ധാത്മ കൃപാസന മാതാവ് ഇന്ന് നിങ്ങളുടെ കൂടെ യാത്രയാവുകയും നിങ്ങളുടെ കൂടെ വരികയും ചെയ്യട്ടെ. നിങ്ങൾക്ക് സംസാരിച്ച് ഒതുക്കാൻ പറ്റാത്ത വിഷയങ്ങൾ, നിങ്ങൾ സംസാരിച്ചാൽ ശരിയാകത്തില്ലെന്ന് തോന്നുന്ന സ്ഥലങ്ങളിൽ കർത്താവ് തന്നെ മറുപക്ഷത്ത് നിന്നുകൊണ്ട് നിങ്ങൾക്ക് അനുകൂലമായ ഒരു
സാഹചര്യം ഉണ്ടാക്കിത്തരാൻ കർത്താവിൻ്റെ നാമത്തിൽ ഞാൻ നിങ്ങളെ ആശീർവദിക്കുന്നു. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശടയാളത്തിൽ കൃപാസനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിൻ്റെ മധ്യസ്ഥത്തിന് രോഗപീഠകളെ ഈശ്വരനാമത്തിൽ സൗഖ്യം പ്രാപിക്കും. ഇന്നലെ നമ്മൾ മറിയത്തെക്കുറിച്ചല്ലേ പറഞ്ഞ് അവസാനിപ്പിച്ചത്. മറിയത്തെ അമ്മയാണെന്ന് ക്രിസ്തു പറയേണ്ടിയിരുന്ന സ്ഥലം ശരിക്കും പറഞ്ഞാൽ കാനായിൽ വെച്ചാണ് പറയേണ്ടത്. കാര്യം ഒരു അമ്മയുടെ പണി അവിടെ ചെയ്യണത് കാനായിൽ വെച്ചാണ്. കുടുംബത്തിലാണ്, അവളുടെ കുടുംബത്തിലുണ്ടായിരുന്നു, യേശുവിൻ്റെ അമ്മയോടെ ഉണ്ടായിരുന്നു. അവർക്ക് വീഞ്ഞ് തെയ്യാതെ വന്ന് അടുക്കള കാലിയായപ്പോൾ അടുക്കള കരിന്തിരി കത്തിയപ്പോൾ ആദ്യം അറിഞ്ഞ ആളാണ്. അറിയുക മാത്രമല്ല, അത് അറിയേണ്ട സ്ഥലത്ത് അറിയിച്ച് അതിന് സമാധാനം നൽകി എല്ലാവരും തീറ്റിപ്പോറ്റി എല്ലാവരെയും കുടിപ്പിച്ച് തൃപ്തരാക്കി. അമ്മയുടെ പണി ചെയ്യണത് അവിടെ വെച്ചാണ്. പക്ഷെ അവിടെ അമ്മയൊന്നും കയറി ധൃതി കാണിച്ച് ഈശോ വിളിക്കത്തില്ല. ഈശോ മനുഷ്യാവതാര രഹസ്യത്തിൽ ഉള്ള നിനക്ക് സ്ത്രീക്കും തമ്മിലും നിന്റെ സ്ത്രീക്കും തമ്മിൽ ഞാൻ ശത്രു ഉളവാക്കും, അവൻ നിന്റെ കുതികാലിനെ പരിക്കേൽപ്പിക്കുമെന്ന് പറഞ്ഞ ആ ഒരു ഭാഗത്തിൽ രക്ഷാകര സംഭവത്തിൽ സ്ത്രീക്കുള്ള സ്ഥാനത്തിലേക്കാണ് മാതാവിനെ അവിടെ ഓർക്കണത്. പക്ഷേ മരണസമയം കുരിശാരോഹണ സമയത്ത് ഈശോ പറയും, ഇതാ നിന്റെ അമ്മയെന്ന് പറയും. ഇതാ നിന്റെ മകനെന്ന് പറയും. അവിടെ അമ്മയെന്നുള്ള ഒരു യേശുവിൻ്റെ അമ്മ. യേശുവിൻ്റെ അമ്മയെന്ന് കാനായിലെ കല്യാണത്തിൽ പറയുന്നത് സുവിശേഷകനാണ് പറയണത്. പക്ഷെ കാൽവരി പറയണത് യേശു തന്നെയാണ് പറയുന്നത്. അതെന്താ കാര്യം വെച്ചാൽ പിതാവ് കുറച്ച് കഴിയുമ്പോൾ കാൽവരിയിൽ ഇതാ നിന്റെ അമ്മ, ഇതാ നിന്റെ മകൻ എന്നൊക്കെ പറഞ്ഞ് ആ ചാപ്റ്റർ ക്ലോസ് ചെയ്യാൻ, ഈശോയുടെ ചാപ്റ്റർ ക്ലോസ് ചെയ്യാൻ പോയി. അടുത്ത ഏതാനും മിനിറ്റുകൾക്കുള്ളിൽ ഈശോ തല ചായ്ച്ച് ജീവൻ ഈ പിതാവിനെ സമർപ്പിക്കുമ്പോൾ അപ്പം പിതാവ് അവിടെ ആബ്സെൻ്റ് ആണ് ശരിക്കും. അതുകൊണ്ട് ഈശോ കാറ് നിലവിളിച്ച് പറയും, എൻ്റെ ദൈവമേ എന്തുകൊണ്ട് നീ എന്നെ ഉപേക്ഷിച്ചെന്ന് ചോദിക്കും. ആബ്സെൻ്റ് ആയതാണ്. പക്ഷെ അപ്പം എപ്പോഴും ഈശോൻ്റെ ജീവിതത്തിൽ പോലും പിതാവ് ആബ്സെൻ്റ് ആകുമ്പോൾ സുവിശേഷം പറയുന്ന ഒരു കാര്യമുണ്ട്. എന്താണ്? യേശുവിൻ്റെ അമ്മ കുരിശിൻ്റെ ചുവട്ട് നിന്നിരുന്നു. ഇതാണ് മറിയം, വായിച്ചു കളയാൻ പാലാത്ത മറിയം. പിതാവ് നമ്മുടെ ജീവിതത്തിൽ ആബ്സെൻ്റ് ആകുന്ന അനുഭവങ്ങൾ ഉണ്ടായാലും അമ്മ ഒരിക്കലും ആബ്സെൻ്റ് ആകത്തില്ല. അവൾ നമ്മുടെ കുരിശിൻ്റെ ചുവട്ടിലാണെങ്കിലും അവൾ അവസാനം വരെ നമ്മളവിടെ നിൽക്കും. അതാണ് അമ്മയെന്ന് പറയുന്നത്. അമ്മയെക്കുറിച്ചുള്ള പുതിയ നിരീക്ഷണങ്ങളൊക്കെ വരുമ്പോൾ ശരിക്കും വിശ്വാസികളുടെ മാതാവായി മറിയം ഉയർത്തപ്പെടുകയാണ് ചെയ്തത്. അതോടുകൂടി മുമ്പത്തേക്കാൾ കൂടുതൽ ഉശിരോടും ചൈതന്യത്തോടും കൂടി മറിയം പണ്ടേ അല്ലാതിരുന്ന കാര്യം നമ്മളല്ലെന്ന് പറയണത് ഇതിനകത്ത് പ്രത്യേകിച്ച് കഥയൊന്നും, ആൾക്കാർ തെറ്റിപ്പോകാതിരിക്കാൻ വേണ്ടി സഭയെടുത്ത നിലപാടാണ്. പക്ഷേ മറിയം ആയ കാര്യം നമ്മളാണെന്ന് പറയണില്ലല്ലോ. ഇപ്പം സഭ പറഞ്ഞില്ലേ, മറിയം വിശ്വാസികളുടെ എക്കാലത്തെയുമുള്ള വിശ്വാസികളുടെ അമ്മയാണ്. വിശ്വാസം എന്ന് പറയുമ്പോൾ ആ വിശ്വാസികളുടെ ആ വിശ്വാസത്തിൻ്റെ ദൈവത്തിലല്ലേ വിശ്വസിക്കണത്. ആ ദൈവം ചില സമയത്ത് നമ്മുടെ ജീവിതത്തിൽ ആബ്സെൻ്റ് ആകും. അപ്പോഴും ദൈവം ആബ്സെൻ്റ് ആയ നമ്മുടെ കുരിശിൻ്റെ ചുവട്ടിലെ അമ്മയുണ്ടാകും. അതാണ് സുവിശേഷം പറയണത്. യേശുവിൻ്റെ അമ്മ അവൻ്റെ കുരിശിൻ്റെ ചുവട്ടിൽ നിന്നിരുന്നു. അമ്മയെ പുറകെ പിടിച്ചുകൊണ്ട് പോകാൻ നോക്കുക. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഉടമ്പടി ധ്യാനത്തിൻ്റെ ആദ്യ ഭാഗമെന്ന് പറയുന്നത് സാക്ഷ്യവിചാരമാണ്. അതായത് ഈ ആഴ്ചയിൽ നടന്ന ചില സാക്ഷ്യങ്ങളെ ഒന്ന് ഹൈലൈറ്റ് ചെയ്യുകയും ആ സാക്ഷ്യങ്ങളുടെ ഒരു ഉടമ്പടി ജീവശാസ്ത്രമുണ്ട്, അത് വചനാധിഷ്ഠിതമായി പരിശോധിക്കുകയും ആ സെയിം സിറ്റുവേഷനിലൂടെ കടന്നു പോകുന്നവർക്ക് ഒരു ആപ്ലിക്കേഷൻ കിട്ടുകയും ചെയ്യുകയാണ് ഈ സാക്ഷ്യവിചാരണത്തിൻ്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം. ഈ ആഴ്ചത്തെ നല്ല സാക്ഷ്യങ്ങളിലൊന്ന് ക്രിസ്റ്റി ജിനോയുടെ സാക്ഷ്യമാണ്.
എല്ലാ സാക്ഷ്യങ്ങളും നല്ലതാണ്, അല്ലാത്ത സാക്ഷ്യങ്ങൾ നമ്മളിവിടെ പറയിപ്പിക്കത്തുമില്ല. പക്ഷെ അതല്ല ടിപ്പിക്കൽ സാക്ഷ്യം എന്ന് പറയും. ക്രിസ്ത്യജനോടെ പ്രോബ്ലം എന്ന് വെച്ചാൽ അവർ ജർമ്മൻ സ്റ്റുഡൻറ്റാണ്, ജർമ്മൻ ഭാഷ സ്റ്റുഡൻറ്റാണ്. പക്ഷെ പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യാൻ പറ്റണില്ല. ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യാൻ ആദ്യകാലങ്ങളിൽ അവർക്ക് A1 A2 പരീക്ഷയുടെ സമയത്ത് കോവിഡാണ് വന്നത്. അവർക്ക് കോവിഡ് വന്ന് ശ്വാസം കിട്ടാതെയായി, ക്ലാസ്സിൽ പോകാൻ പറ്റാതെയായി, ക്ലാസ്സിൽ ആബ്സെൻ്റായി. അപ്പോൾ പരീക്ഷ അറ്റൻഡ് ചെയ്താൽ തോക്കുമെന്നുള്ള കാരണം വെറുതെ കാശ് കളയണ്ട എന്നാണ് പൊതുവെയുള്ള ഒരു പൊതുധാരണ. പക്ഷേ എങ്കിലും അവളുടെ മനസ്സിലിരുന്ന് ആരോ പറയുന്നുണ്ട്, നീ അറ്റൻഡ് ചെയ്യുമെന്ന് പറയുന്നുണ്ട്. അറ്റൻഡ് ചെയ്യുകയും 60% പോലും അറ്റൻഡൻസ് ഇല്ലായിരുന്ന ഈ ക്രിസ്ത്യജനോ A1 ഏറ്റവും കവർ ചെയ്യുകയും ചെയ്യും അത്ഭുതകരമായി. പിന്നെ B1 B2 എക്സാം വരും, ജർമ്മൻ. അത് അവർക്ക് കോയമ്പത്തൂർ പോയി എഴുതേണ്ടതാണ്. B1 B2 എക്സാം വരുമ്പോൾ കുറച്ച് പഠിക്കാൻ പറ്റും, കുറച്ച് പഠിക്കാൻ പറ്റത്തില്ല, കൊളാപ്സാണ്. പക്ഷെ പരീക്ഷ എഴുതാൻ പോയ സ്ഥലത്ത്, എനിക്ക് കൽക്കട്ടയിലാണ് പരീക്ഷ എഴുതാൻ പോയിരിക്കണം തോന്നുന്നത്, അവിടെ വെച്ച് ഇവർക്ക് ഫുഡ് പോയ്സൺ അടിക്കും. അവിടുത്തെ ഭക്ഷണം പിടിക്കാൻ വന്നിട്ട് ഛർദിലും മറ്റസുഖമൊക്കെ ഇട്ടിട്ട് കിടന്നു പോകും, തളർന്നു പോകും, എഴുന്നേറ്റ് നിൽക്കാൻ പോലും പറ്റാത്ത അവസ്ഥയാകും. എന്നിട്ട് ഉള്ള ജീവൻ വെച്ചുകൊണ്ട് ഇവർ പോയി B1 B2 അറ്റൻഡ് ചെയ്യും. പക്ഷെ അതിനെല്ലാം നല്ല സ്കോർ കിട്ടും. എന്താ വിഷയം എന്ന് പറയണത്, നമ്മൾക്ക് ഇവിടെ ഒന്നും ഒരു കറക്റ്റായിട്ട് എന്താണ് സംഭവിക്കണമെന്ന് റീസണബിളായിട്ട് പറയാൻ പറ്റണില്ല. ഒരു യുക്തിപരമായിട്ട് ഇതിൻ്റെ അകത്ത് ഒത്തിരി യുക്തിപരമായിട്ട് സപ്പോർട്ട് ചെയ്യുന്ന ഒരു സാക്ഷ്യമല്ലത്. പക്ഷേ ഇറ്റ്സ് ഹാപ്പൻഡ്. സോ അതങ്ങനെ സംഭവിക്കുന്നു. അതിന് ബൈബിളാണ് അതിൻ്റെ കാരണങ്ങൾ പറയുന്നത്. നമ്മുടെ ജീവിതത്തിൽ റീസണബിളായിട്ട് നടക്കത്തില്ല, മാത്തമാറ്റിക്കലായിട്ട് നടക്കത്തില്ല, യുക്തിപരമായിട്ട് നടക്കത്തില്ല. പിന്നെ ഇതെങ്ങനെ നടക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് ഉത്തരം ബൈബിളേ പറയത്തുള്ളൂ, കർത്താവിൻ്റെ വചനമേ പറയത്തുള്ളൂ. എന്താണ് പറയണത്? എല്ലാത്തിൻ്റെയും അടിസ്ഥാനം ദൈവത്തിൻ്റെ കരുണയാണ് എന്ന് പറഞ്ഞ്, എല്ലാത്തിൻ്റെയും അടിസ്ഥാനം ദൈവത്തിൻ്റെ കരുണയാണ്. റോമ 9:16 മെസ്സേജ് ഉള്ളത്. ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. ശ്രുതികട്ടെ പരമ ദിവ്യകാരുണ്യത്തിന്. റോമ 9:16 9-16 വാക്യം. അതുകൊണ്ട് ഇത് പറഞ്ഞ അതുകൊണ്ട് മനുഷ്യന്റെ ആഗ്രഹമോ പ്രയത്നമോ അല്ല, ദൈവത്തിന്റെ ദയയാണ് എല്ലാറ്റിന്റെയും അടിസ്ഥാനം. അപ്പൊ എല്ലാത്തിൻ്റെയും അടിസ്ഥാനം എന്നുള്ളതാണ് അതിന് പ്രാധാന്യം. എന്താണ് എല്ലാത്തിൻ്റെ അടിസ്ഥാനം? ദൈവത്തിൻ്റെ ദയ. ദൈവം നമ്മോട് ഒരു ദയ കാണിക്കുന്നതാണ് എല്ലാത്തിൻ്റെ അടിസ്ഥാനം. വീട്, ജോലി, വിവാഹം, രോഗസൗഖ്യം എല്ലാം ദൈവം നമ്മോടൊരു ദയ കാണിച്ചാൽ നമ്മളുടെ സങ്കല്പങ്ങൾക്കും ധാരണകൾക്കും അതീതമായിട്ട് ഇത് വർക്കൗട്ട് ചെയ്യും. അപ്പോൾ നമ്മുടെ ലക്ഷ്യം എന്തായിരിക്കണം? എങ്ങനെയാണ് ദൈവത്തിൻ്റെ ദയ നമുക്ക് അസ്പയർ ചെയ്യണത് അല്ലെങ്കിൽ ആർജിക്കേണ്ടത് എങ്ങനെയാണ്? അപ്പോൾ നമ്മുടെ മുമ്പിലുള്ള വിഷയം എന്താ? എല്ലാത്തിൻ്റെ അടിസ്ഥാനം എന്താണ്? ദൈവത്തിൻ്റെ ദയ. അപ്പോൾ നമ്മുടെ ലക്ഷ്യം എന്തായിരിക്കണം? എങ്ങനെയെങ്കിലും ദൈവത്തിൻ്റെ ദയ ആർജിക്കാൻ പറ്റണം, അല്ലേ? ദൈവത്തിൻ്റെ ദയ ആർജിക്കാൻ പറ്റുമ്പോൾ എന്ന് പറഞ്ഞാൽ അവിടെ ഒരു പ്രശ്നമുണ്ട്. നമുക്ക് ഇങ്ങനെ മസിൽ പിടിച്ചോ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തോ നമുക്ക് ദൈവത്തിൻ്റെ ദയ അടിച്ചു മാറ്റാൻ പറ്റത്തില്ല, ആർജിക്കാനും പറ്റത്തില്ല, പിടിച്ചു വാങ്ങാൻ പറ്റത്തില്ല. കാരണം ദൈവത്തിൻ്റെ ഒരു സ്റ്റാൻഡിങ് നിലപാടുണ്ട്. എന്താ നിലപാട്? അതായത് എനിക്കിഷ്ടമുള്ളവരോട് ഞാൻ കരുണ കാണിക്കുന്നു, ഇഷ്ടമുള്ളവരോട് അനുകമ്പയും. അവിടെ കഴിയണ്ട വിഷയം പറഞ്ഞിട്ടില്ലേ? റോമ 9:15. ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. ശ്രുതികട്ടെ ഹല്ലേലൂയ. 9:18 താൻ ഇച്ഛിക്കുന്നവരോട് അവിടുന്ന് കരുണ കാണിക്കുന്നു എന്ന് പറഞ്ഞ താൻ ഇച്ഛിക്കുന്നവരോട് അവിടുന്ന് കരുണ കാണിക്കുന്നു. അടുത്തത് അതുപോലെ താൻ ഇച്ഛിക്കുന്നവരെ കഠിന ഹൃദയരാക്കുകയും ചെയ്യുന്നു. ദൈവത്തിന്റെ സ്റ്റാൻഡിങ് വർക്ക് പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾക്ക് എന്തെങ്കിലും ഒരു ഗിമിക്ക് കാണിച്ച് ദൈവത്തിൻ്റെ ദയയ്ക്ക് പാത്രീഭൂതമാകാനൊന്നും പറ്റത്തില്ല. അതാണ് വിഷയം.
അപ്പം അതേസമയം തന്നെ ദൈവത്തിൻ്റെ ദയയാണ് എല്ലാത്തിൻ്റെയും അടിസ്ഥാനം. അത് റോമ 9:15 9:16 അടുപ്പിച്ചടുപ്പിച്ച് പറഞ്ഞ വാക്കുകളാണ്. എല്ലാത്തിൻ്റെയും അടിസ്ഥാനം പറഞ്ഞേ ദൈവത്തിൻ്റെ ദയയാണ്. അപ്പം നമ്മൾ വിചാരിക്കുന്നത് നിങ്ങളുടെ ജോലി, നിങ്ങൾ വിചാരിക്കുന്നത് നിങ്ങളുടെ സീനിയോറിറ്റിയാണ് എല്ലാത്തിൻ്റെ അടിസ്ഥാനം എന്ന്. മണ്ണാങ്കട്ട ഒരു വർഗീയത്തില്ല. നിങ്ങളത് നിങ്ങളുടെ മെരിറ്റാണ് എല്ലാത്തിൻ്റെ അടിസ്ഥാനമെന്ന് മനുഷ്യനൊരു ധാരണയുണ്ടല്ലോ. മനുഷ്യന് പൊതുവെ ഒരു ധാരണയില്ലേ, എല്ലാത്തിൻ്റെ അടിസ്ഥാനം നമ്മുടെ മെരിറ്റാണ്, യോഗ്യതയാണ്. പക്ഷേ ബൈബിൾ എന്താ പറയണത്? എല്ലാത്തിൻ്റെ അടിസ്ഥാനം നിൻ്റെ യോഗ്യതയാകണം നിർബന്ധമില്ല. പിന്നെന്താണ്? ദൈവത്തിൻ്റെ. ദാറ്റ് മീൻസ് നിനക്ക് മെരിറ്റ് ഇല്ലെങ്കിലും കർത്താവിൻ്റെ കൃപയുണ്ടെങ്കിൽ അതാണ് നിൻ്റെ മെരിറ്റ്. കൈയടിച്ച് കർത്താവിനെ നമ്മൾ ഈ വചനത്തിൻ്റെ കൂടെ ചേർത്ത് വെക്കുന്ന സാക്ഷ്യങ്ങളാണ്. കഴിഞ്ഞ ദിവസത്തെ ഒരു സാക്ഷ്യം ഒരു പത്തനംതിട്ടയിൽ ഒരു സിബി മാത്യുവിൻ്റെ സാക്ഷ്യമാണ്. സിബി മാത്യുവിൻ്റെ പ്രശ്നം എന്താണ്? അദ്ദേഹം 2018 പ്രളയത്തിൽ, നമുക്കറിയാം പത്തനംതിട്ട ചെങ്ങന്നൂർ ഭാഗങ്ങളൊക്കെ പ്രളയത്തിൻ്റെ ഏറ്റവും വലിയ കെടുതി അനുഭവിച്ച സ്ഥലങ്ങളാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഫാക്ടറിയും അദ്ദേഹത്തിൻ്റെ കമ്പനിയും എല്ലാം ഒഴുകിപ്പോയി, നശിച്ചുപോയി. അദ്ദേഹം വലിയ കടത്തിലും, 2 തരത്തിൽ കടങ്ങൾ വന്ന്. ഒന്ന് ബാങ്കുകാർ ജപ്തിയിലാക്കി, വസ്തു അവശേഷിക്കുക ഉള്ളതാ പോയി, അവശേഷിക്കുന്നത് ബാങ്കുകാർ ജപ്തിയിലാക്കി. അതേസമയം തന്നെ പ്രൈവറ്റ് ലോൺസ് അദ്ദേഹം കൊടുക്കാനുണ്ടായിരുന്ന ആൾക്കാരെല്ലാം അദ്ദേഹത്തിൻ്റെ വീട് വളഞ്ഞ്. വളരെ മാന്യമായി ജീവിച്ച് ഒരു മനുഷ്യനാണ്. അത് പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ ചങ്കിങ്ങനെ പെട്ടെന്ന് കണ്ണിങ്ങനെ നിറയും. കാര്യം വളരെ മാന്യമായ രീതിയിൽ ജീവിച്ചതാണ്. പക്ഷെ ഒരു പ്രളയം വന്നതോടുകൂടി ലൈഫ് ഇങ്ങനെ തിരിച്ചു വെച്ച പോലെ അതൊക്കെയാണ് പോയത്. അദ്ദേഹത്തിൻ്റെ എല്ലാ സ്ഥാവര ജംഗമ വസ്തുക്കളും അസ്ഥി ഭദ്രതകളും എല്ലാം പോയിട്ട് അദ്ദേഹം വലിയ കുടിയ കടക്കാരനായി മാറിയിട്ട് ബാങ്ക് ജപ്തിയാകാൻ പോകുന്നു. ജപ്തി നോട്ടീസ് ഇട്ട്, ഡേറ്റ് ഇട്ട്. അതേസമയം തന്നെ അദ്ദേഹത്തിന് പ്രൈവറ്റ് കടക്കാരെല്ലാം അദ്ദേഹത്തിൻ്റെ വീട് വളയുന്നു. അപ്പോൾ ഇങ്ങനെ ഒരു വല്ലാത്ത സിറ്റുവേഷനിൽ ആരോ പറഞ്ഞിട്ടാണ് അദ്ദേഹം അവസാനത്തെ ഒരു കച്ചിത്തുരുമ്പ് പോലെ ഉടമ്പടി എടുക്കുന്നത്. ഉടമ്പടി എടുത്ത ദിവസം കഴിഞ്ഞിട്ട് പിന്നീട് അദ്ദേഹം അത് കൊണ്ടുവന്ന് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ, ഒരാഴ്ചക്ക് മുമ്പാണ് ഉടമ്പടി എടുക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അത് നിക്കക്കളിയില്ലാതെ വീടുകളിൽ ആളിങ്ങനെ കടക്കാരെപ്പോഴും വന്ന് നാണം കെടുത്താൻ തുടങ്ങിയപ്പോൾ അദ്ദേഹം ഇവിടെ വന്ന് ഈ ഉടമ്പടി എടുത്ത പേപ്പറുമായിട്ട് വന്ന്. അപ്പോൾ ഞാൻ ഈ ഉടമ്പടി ജപ്തി പേപ്പർ കൊണ്ടുപോയി അമ്മയെടുത്ത് ഏൽപ്പിച്ചു. നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും അർത്ഥവത്തായ ഒരു കാര്യമാണ് വിശ്വാസിയെ സംബന്ധിച്ച്. അവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഇതെന്ത് പരിപാടിയാണെന്ന് തോന്നിപ്പോകും. പക്ഷേ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അത് വേറെ ലൈനിലാണ് അത് പോണത്. കാര്യം നമുക്ക് വേറെ ഒരു മെറിറ്റില്ല. വചനം എന്താ പറയണത്? റോമ 9:16 എന്താ പറയണത്? എല്ലാത്തിൻ്റെ അടിസ്ഥാനം ദൈവത്തിൻ്റെ കാരുണ്യമാണ്. അതാണ് സംഭവം. നമ്മൾ എന്തുകൊണ്ടാണ് ഇത് എല്ലാ അമ്മയെ കാര്യം ദൈവത്തിൻ്റെ തിരുസ അമ്മയേക്കാൾ വലിയ മാധ്യസ്ഥയില്ല, നമുക്കറിയാം. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാം അമ്മയുടെ അടുത്ത് സമർപ്പിച്ച് കഴിയുമ്പോൾ കാര്യത്തിൽ നമ്മൾക്ക് മെറിറ്റ് ഇല്ലെങ്കിൽ, ഇപ്പം നമുക്ക് മെറിറ്റ് ഉണ്ടെങ്കിൽ ഓക്കെ, നമുക്ക് ഈശോയോട് ഡയറക്റ്റ് ഇൻട്രാക്ട് ചെയ്യാൻ പറ്റും. മെറിറ്റ് ഇല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? കാര്യം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എത്ര കൊലകൊമ്പനായാലും ചിലപ്പോൾ നമുക്ക് നമ്മുടേതായിട്ടുള്ള യോഗ്യത ഇല്ലാതാണ്ട് വരും. അതുകൊണ്ടാണ് യോഗ്യതയില്ലാത്ത ഒരു അവസ്ഥ വന്നാലാണ് മരിയൻ കവനൻറ്റിൻ്റെ പ്രസക്തി വരണത്. നമ്മളതുകൊണ്ട് നമ്മളൊന്നും കാണുന്നില്ല. ഞാൻ ആ ജപ്തി പേപ്പർ 2 കോടി ജപ്തി പേപ്പർ കൊണ്ടുവന്ന് മാതാവിൻ്റെ അടുത്ത് വെച്ചിട്ട് ഒരു വിശ്വാസ പ്രമാണം ചൊല്ലി ഒരു സമർപ്പണ പ്രാർത്ഥനയും ചൊല്ലിയിട്ട് തിരിച്ചു കൊടുക്കുമ്പോൾ എന്താ സംഭവിക്കണത്? തിരിച്ചു കൊടുക്കുമ്പോൾ തന്നെ അദ്ദേഹത്തിന് ഒരു വെളിച്ചം കിട്ടും. പെട്ടെന്ന് എന്താണ്, ഒരു 6 മാസത്തിന് മുമ്പ് ഒരു ഫ്രണ്ടിനെ അദ്ദേഹം പരിചയപ്പെട്ടിരുന്നു. ജസ്റ്റ് റീസെൻ്റാണ്, കാഷ്വലായിട്ട് അങ്ങനെ പരിചയപ്പെട്ടതാണ്. ജസ്റ്റ് റീസെൻ്റ്. എന്താ പ്രോബ്ലം വെച്ച് കഴിഞ്ഞാൽ, നിന്നെ രക്ഷിക്കാനുള്ള നീ ദൈവത്തിൻ്റെ ഒരു വഴികളിലേക്ക് പോകുന്ന വ്യക്തിയാണ് എന്ന് ദൈവത്തിന് തോന്നിയാൽ, നാളെ കാലം നിനക്കൊരു അപകടം ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് ദൈവത്തെ മനസ്സിലായാൽ, ദൈവം ആ വിഷയം നിന്നെ രക്ഷിക്കാനുള്ള വഴികൾ സെറ്റ് ചെയ്ത് വെച്ചേക്കും. പക്ഷേ നീ ഡോണ്ട് കെയർ ആയാൽ, ദൈവത്തിനേക്കാൾ വലിയ എൻ്റെ കഴിവാണ്, എൻ്റെ ബുദ്ധിയാണ്, എൻ്റെ ശക്തിയാണ്, അമേരിക്കയിലും കാനഡയിലും ഒക്കെ ഉള്ള എൻ്റെ ബന്ധുക്കളാണെന്നൊക്കെ പറഞ്ഞിരുന്നാൽ നീ ദൈവത്തിനെ അവോയ്ഡ് ചെയ്താൽ നീ ദൈവം നിനക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന പദ്ധതി വെളിപ്പെടുത്തത്തില്ല. കാര്യം എന്താണ്? പന്നിയുടെ മുമ്പിൽ കൊണ്ടുപോയി രത്നങ്ങൾ വിതറുന്നതെന്ന് ഈശോ നേരത്തെ പറഞ്ഞത് ദൈവത്തിൻ്റെ നിലപാടാണത്. നിങ്ങളുടെ മുത്തുകൾ പന്നികളുടെ മുമ്പിൽ വിതറരുത്. ടേക്ക് ദ ബ്രെഡ് ഓഫ് ഗോഡ്. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. മത്തായി ശ്രീകണ്ഠ സുവിശേഷം 7:6.
നിങ്ങളുടെ മുത്തുകൾ പന്നികൾക്ക് ഇട്ടുകൊടുക്കരുത്. അത് പറഞ്ഞാൽ നിങ്ങളുടെ മുത്തുകൾ പന്നികൾക്ക് ഇട്ടുകൊടുക്കരുത്. അവ അത് ചവിട്ടി നശിപ്പിക്കുകയും തിരിഞ്ഞ് നിങ്ങളെ ആക്രമിക്കുകയും ചെയ്തേക്കാം. അപ്പൊ ദൈവത്തിന്റെ മനസ്സിലിരിപ്പ് കൃത്യമല്ലേ? ഇത് ഈ കളി അറിയാതെ കളിച്ചാൽ കൈകൊള്ളാൻ സാധ്യതയുണ്ട്. ഇത് കഴിഞ്ഞാൽ നമ്മളൊരു പന്നിയാണെന്ന് വിചാരിച്ചോ. ദൈവത്തിന് എന്താ വെച്ചാൽ പന്നിയുടെ സ്വഭാവം എന്താണ്? ചുമ്മാ വെട്ടി വിഴുങ്ങുക, കുറേ പ്രസവിക്കുക. ആ പ്രസവിക്കുന്ന കൊച്ചിനെ തന്നെ തിന്നുക. പന്നിയുടെ സ്വഭാവം അതല്ല. നമ്മൾ നോക്കിയിരുന്ന ഒരു 21 കുഞ്ഞുങ്ങളൊക്കെ പ്രസവിക്കും, പക്ഷേ ഇടണ 7 ബാക്കി എല്ലാം അത് രാത്രി അടിച്ചു കളയും, തന്നെ അടിച്ചു കളയും. സ്വന്തം കുഞ്ഞിനെയാണ് തിന്നണമെന്ന് പോലും അതിന് ബോധമില്ല. ഇങ്ങനെയുള്ളൊരു വ്യക്തിയാണ് നീയെങ്കിൽ തീർച്ചയായിട്ടും നിനക്ക് ദൈവിക വഴികൾ വെളിപ്പെട്ട് കിട്ടത്തില്ല. കാര്യം എന്താ? ദൈവം അത് വെളിപ്പെടുത്തത്തില്ല. കാര്യം വെളിപ്പെടുത്തിയിട്ട് കാര്യമില്ല. അങ്ങനെ വെളിപ്പെടുത്തി തന്നാൽ പോലും നീ പറയും നിൻ്റെ കേമത്വമാണെന്ന് പറയും. നിന്നെ പരീക്ഷ ജയിപ്പിച്ചെന്ന് വിചാരിച്ചോ? നീ പഠിച്ചിട്ടില്ല, പരീക്ഷ ജയിപ്പിച്ചു. അപ്പോൾ നീ പറയും ഞാൻ പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല, പഠിക്കാതെ എനിക്കൊന്നും ഇഷ്ടം നോക്കിയാൽ മതി. നീ കുട്ടികൾ അപ്പോൾ ദൈവമാണ് നിന്നെ ഹെൽപ്പ് ചെയ്തിരിക്കുന്നത്, ദൈവത്തിൻ്റെ കാരുണ്യമാണ് നിന്നെ ഹെൽപ്പ് ചെയ്തിരിക്കുന്നത്. പക്ഷേ നീ പന്നിയായത് കാരണം ദൈവത്തിന് അവോയ്ഡ് കൊണ്ട് പറയും എനിക്കതൊന്നും പ്രശ്നമില്ല, എനിക്കൊന്ന് ക്ലാസ് അറ്റൻഡ് ചെയ്യണം, ചുമ്മാ ഒന്ന് നോക്കിയാൽ മതി, മാർക്ക് പ്രവടാന്ന് വീണോളൂ എന്ന് പറയും. ദാറ്റ് മീൻസ് ദൈവത്തിന് കൊടുക്കേണ്ട മഹത്വം പന്നി അടിച്ചു മരണം കണ്ടില്ലേ? സ്വന്തമായിട്ട് സൂക്ഷിച്ച് കളിച്ചില്ലെങ്കിൽ ഒരിക്കലും നമുക്ക് ദൈവത്തിന് നിൽക്കാൻ പറ്റത്തില്ല. പ്രാർത്ഥിക്കുക, കർത്താവ് ദൈവമേ, സ്വയം പുകഴ്ചയും മഹത്വം അന്വേഷിക്കാതെ ഏകജാതന്റെ മഹത്വം ദൈവത്തിന് കരയേറ്റിക്കൊണ്ട് എൻ്റെ സാക്ഷ്യങ്ങളാൽ ദൈവത്തെ മഹത്വപ്പെടുത്താൻ എന്നെ അഭിഷേകം ചെയ്യണം. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന്. അപ്പൊ നീ ദൈവത്തിന്റെ മഹത്വം ദൈവത്തിന് കൊടുക്കാതെ അതിൻ്റെ സ്വന്തം അടിച്ചു മാറ്റണ ആളാണെങ്കിലേ, ദൈവത്തിൻ്റെ മഹത്വം സ്വന്തമായിട്ട് സ്വീകരിക്കുന്ന ആളാണെങ്കിലേ, സ്വാഭാവികമായിട്ടും എന്നാ സംഭവിക്കുന്നത്? ദൈവം നിന്നെ തൻ്റെ മുത്തുകൾ, ഈ ദൈവത്തിൻ്റെ നിലപാട് കണ്ട, നിൻ്റെ മുത്തുകൾ പന്നികളുടെ മുമ്പിൽ വിതറരുത്, വെളിപ്പെടുത്തി തരത്തില്ല. നീ അഹങ്കാരിയാണ്, തോന്നിവാസിയാണ്. നീ ഒരു അനുഗ്രഹം കിട്ടിക്കഴിഞ്ഞാൽ നാളെ കാര്യങ്ങളിൽ അത് നിൻ്റെ കഴിവായിട്ട് പ്രഖ്യാപിക്കുമെങ്കിൽ നിന്നെ പന്നിയായിട്ടാണ് ദൈവം ബ്രാൻഡ് ചെയ്യണത്. പിന്നെ നീ രക്ഷപ്പെടാനുള്ള വഴി ദൈവത്തെ അറിയാമെങ്കിലും നിൻ്റെ മുമ്പിൽ അത് ഇട്ട് തരത്തില്ല. കാര്യം എന്താണ്? നീ അത് രത്നം അടിച്ചു മാറ്റിയിട്ട് അത് നിൻ്റെ പേരിൽ നാളെ കൊട്ടിഘോഷിക്കപ്പെടും. അത് വെരി സീരിയസ് ഡേഞ്ചർ സോണാണത്. പ്രാർത്ഥിക്കുക, കർത്താവ് ദൈവം വിനയത്തോടെ അങ്ങയുടെ മുമ്പിലെ ആരാധനയോടെ നിന്നുകൊണ്ട് എൻ്റെ ജീവിതത്തിലെ വഴിമുട്ടി പോകുമ്പോഴേ വഴി തുറന്നു തരുന്ന റോമ 9:16 അടിയൻ പ്രാർത്ഥിക്കുന്ന എല്ലാത്തിന്റെയും അടിസ്ഥാനമായ അങ്ങയുടെ ദയ എന്നെ അഭിഷേകം അദ്ദേഹം ഇവിടുന്ന് ഇറങ്ങുമ്പോഴാണ് ഈ കൂട്ടുകാരനെ കുറിച്ച് ദൈവം ഒരു ഓർമ്മ കൊടുക്കുന്നത്. ഒരു പ്രാവശ്യം പരിചയപ്പെട്ട ആളാണ്, അത് റീസെൻ്റായിട്ട് 6 മാസം മുമ്പ് പരിചയപ്പെട്ട ആളാണ്. ഒരു പ്രാവശ്യം കണ്ടിട്ടുണ്ട്. ഇയാളെ നമ്പർ കയ്യിലുള്ളത് കാരണം ജസ്റ്റ് ഇയാളൊന്ന് വിളിച്ച് ഞാനിങ്ങനെ ഒരു ട്രാപ്പിലാണ്, എന്നെ സഹായിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു. ഉടനെ എടുത്ത് വായിക്കും. അടുത്ത മറുപടി എന്താണെന്ന് അറിയാമോ? നിങ്ങളുടെ അക്കൗണ്ട് നമ്പർ ഇങ്ങ് ഇട്ട് തരാൻ പറയും. കോടികളുടെ ബാധ്യതയാണെന്ന് മനസ്സിലാക്കണം. ആ പ്രൈവറ്റ് കടങ്ങളെല്ലാം കൊടുത്തു വീട്ടാനും ബാക്കിയും കാശാടി മനുഷ്യൻ തിരിച്ചു കൊടുക്കണം. എന്നിട്ട് അതുകൊണ്ടേ കൊടുത്തിട്ട് ബാങ്കിൽ കൊടുത്തിട്ട് ബാങ്കുകാരെ 5 മാസത്തേക്ക് നിലനിർത്തിയിരിക്കുകയാണ്. എത്ര പെട്ടെന്നാണ് ചേഞ്ച് ചെയ്ത് കൈയടിച്ച് കർത്താവിനെ തുടരുക. ഇത് കർത്താവിൻ്റെ കരുണയല്ലാതെ വേറെ ഒന്നുമല്ല നമുക്കറിയാം. അദ്ദേഹം ഒരാഴ്ച കൊണ്ടാണ് ജീവിതം ഇങ്ങനെ പെട്ടെന്ന് മാറിയണത്. അത് ഉടമ്പടി അല്ലാതെ മറ്റൊന്നുമല്ല നമുക്കറിയാം. എന്താ കാര്യം? എല്ലാത്തിൻ്റെ അടിസ്ഥാനം എന്താണ്? റോമ 9:16 എല്ലാത്തിൻ്റെ അടിസ്ഥാനം എന്താ? ദൈവത്തിൻ്റെ കരുണ. ദൈവത്തിൻ്റെ കരുണയുടെ അടിസ്ഥാനം എന്താ? അതാണ് വിഷയം. എല്ലാത്തിൻ്റെ അടിസ്ഥാനം ദൈവത്തിൻ്റെ കരുണയാണ്. ദൈവത്തിൻ്റെ കരുണയുടെ അടിസ്ഥാനമുണ്ട്. എന്താണത്? സങ്കീർത്തനം 103:18. ശ്രുതികട്ടെ ഹല്ലേലൂയ 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 യേശുവേ നന്ദി ഹല്ലേലൂയ 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 യേശുവേ ആരാധന ഹല്ലേലൂയ കർത്താവേ നന്ദി ഹല്ലേലൂയ യേശുവേ നന്ദി. 103-ാം സങ്കീർത്തനം 17-18 തിരുവചനങ്ങൾ.
എന്നാൽ കർത്താവിന്റെ കാരുണ്യം അവിടുത്തെ ഭക്തരുടെ മേൽ എന്നേക്കും ഉണ്ടായിരിക്കും. ഒന്ന് പറഞ്ഞേ, എന്നാൽ കർത്താവിന്റെ കാരുണ്യം അവിടുത്തെ ഭക്തരുടെ മേൽ എന്നേക്കും ഉണ്ടായിരിക്കും. അവിടുത്തെ നീതി തലമുറകളോളം നിലനിൽക്കും. അവിടുത്തെ ഉടമ്പടി പാലിക്കുന്നവരുടെയും അവിടുത്തെ കൽപ്പനകൾ ശ്രദ്ധാപൂർവം അനുസരിക്കുന്നവരുടെയും മേൽ തന്നെ. ആദ്യ വചനം എന്താണ്? 17 എന്താണ്? കർത്താവിന്റെ കാരുണ്യം അവിടുത്തെ ഭക്തരുടെ മേൽ എന്നേക്കും ഉണ്ടായിരിക്കും. കർത്താവിന്റെ കാരുണ്യം അവിടുത്തെ ഭക്തരുടെ മേൽ എന്നേക്കും ഉണ്ടായിരിക്കും. അപ്പൊ കർത്താവിന്റെ കാരുണ്യം നമ്മുടെ മേൽ ഉണ്ടായിരിക്കും. പക്ഷെ അതേസമയം അത് ഉണ്ടാകാൻ വേണ്ടിയുള്ള കാരണം എന്താണ്? അതാ 18 പറയണത്. എന്താ പറയണത്? അവിടുത്തെ ഉടമ്പടി പാലിക്കുന്നവരുടെയും അവിടുത്തെ കൽപ്പനകൾ ശ്രദ്ധാപൂർവം അനുസരിക്കുന്നവരുടെയും മേൽ തന്നെ. ഈ രണ്ട് വചനം നമ്മൾ ലിങ്ക് ചെയ്തത് എന്താണെന്ന് അറിയാവോ? ഇപ്പൊ റോമ 9:16 പറഞ്ഞത് എന്താണ്? എല്ലാത്തിൻ്റെ അടിസ്ഥാനം എന്താണ്? കർത്താവിൻ്റെ കാരുണ്യമാണ്. അതാണ് റോമ 9:16. അതിൻ്റെ കൂടെ ലിങ്ക് ആക്കണത് എന്താണ്? സങ്കീർത്തനം 103:18 എന്താണ്? എല്ലാത്തിൻ്റെ അടിസ്ഥാനം കർത്താവിൻ്റെ കാരുണ്യമാണ്. കർത്താവിൻ്റെ കാരുണ്യം ആരുടെ മേലുണ്ടാവും? അവിടുത്തെ ഭക്തരുടെ മേൽ. പിന്നെ ആരുടെ മേലാണ്? അവിടുത്തെ ഉടമ്പടി അനുസരിക്കുന്നവർ. അപ്പോൾ എല്ലാത്തിൻ്റെ അടിസ്ഥാനം എന്താണ്? ഉടമ്പടിയാണ്. കൈയടിച്ച് കർത്താവിനെ അതായത് ഇപ്പം നമ്മൾ ഒരു കൃത്യമായിട്ട് വളരെ ലോജിക്കായിട്ട് വിഷയം കണ്ടു. എന്താണ്? റോമ 9:15 ദൈവം തനിക്ക് ഇഷ്ടമുള്ളവരോട് കാരുണ്യം കാണിക്കുന്നു, അതുപോലെ ഇഷ്ടമുള്ളവരോട് അനുകമ്പ ചെയ്യും. പക്ഷേ ദൈവത്തിന് ഇഷ്ടമുള്ള വ്യക്തികളായി മാറാൻ എന്താണ് നമ്മുടെ മാർഗം? അത് പ്രത്യേകിച്ച് മാർഗമൊന്നുമില്ല. എന്താ കാര്യം? നമ്മൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള ഒരു പാക്കേജ് ഉണ്ടാക്കി ദൈവത്തിനെ കൊണ്ട് ഇഷ്ടപ്പെടുത്താൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് റോമ 9:16 പറയണത്. എന്താ പറയണത്? നിങ്ങളുടെ പ്രയത്നമോ ആഗ്രഹമോ അല്ല, എല്ലാത്തിൻ്റെ അടിസ്ഥാനം ദൈവത്തിൻ്റെ കരുണയാണ്. പക്ഷേ ദൈവത്തിൻ്റെ കരുണയുടെ അടിസ്ഥാനം എന്താണ്? സങ്കീർത്തനം 103:18 ദൈവത്തിൻ്റെ കരുണയുടെ അടിസ്ഥാനം അവിടുത്തെ ഉടമ്പടിയാണ്. സ്തുതിക്കട്ടെ, ഹല്ലേലൂയ. അപ്പോൾ ഉടമ്പടി എപ്പോഴും വരേണ്ടത് ഒരു വിഷയം എന്ന് വെച്ചാൽ കഷ്ടപ്പാട് പെരുകുമ്പോഴാണ് ഉടമ്പടി ദൈവത്തിൻ്റെ മനസ്സിൽ നമ്മളുമായിട്ട് ഉടമ്പടി ചെയ്യണമെന്നുള്ള ഒരു മനസ്സ് രൂപപ്പെട്ട് വരണത്. കഷ്ടപ്പാട് ഉടമ്പടിയും തമ്മിൽ കുറേ ബന്ധമുണ്ട്. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ ഉടമ്പടിയെക്കുറിച്ചാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ദൈവത്തിൻ്റെ ദയ നമ്മളിലേക്ക് വരുന്നത് ഉടമ്പടി പ്രകാരമാണ്. പക്ഷേ ഏത് കാലത്താണ് ഉടമ്പടി വരണത്? കഷ്ടപ്പാടിൻ്റെ കാലത്താണ്. കഷ്ടപ്പാട് ഉടമ്പടിയും തമ്മിൽ കണക്ട് ചെയ്തിരിക്കുന്നത്. കഷ്ടപ്പെടുന്നവരുടെയും കഷ്ടപ്പാട് അനുഭവിക്കുന്നവരുടെയും പദ്ധതിയാണ് ഉടമ്പടി. അഥവാ കഷ്ടപ്പെടുന്നവരുടെ വീണ്ടെടുപ്പിന് വേണ്ടി ദൈവം വിഭാവന ചെയ്ത ദൈവത്തിൻ്റെ മനസ്സ് രൂപപ്പെട്ടു വന്ന ഒരു പദ്ധതിയാണ് ഉടമ്പടി. അതാണ് പുറപ്പാട് 2:24. സ്തുതിക്കട്ടെ, ഹല്ലേലൂയ. പുറപ്പാട് 2:24 ദൈവം അവരുടെ ദീനരോദനം ശ്രവിക്കുകയും എന്ന് പറഞ്ഞ് ദൈവം അവരുടെ ദീനരോദനം ശ്രവിക്കുകയും അബ്രാഹത്തോടും ഇസഹാക്കിനോടും യാക്കോബിനോടും ചെയ്ത ഉടമ്പടി ഓർമ്മിക്കുകയും ചെയ്തു. കഷ്ടപ്പാടും ദിനാരോധന ഉടമ്പടിയുമായിട്ട് കണ്ടിട്ടിരിക്കണേ. നമ്മളൊരു ഉടമ്പടിയിലാണെങ്കിൽ നമ്മുടെ കഷ്ടപ്പാടിൻ്റെ കാലത്ത് ദൈവം തീർച്ചയായിട്ടും ഉടമ്പടി ഓർക്കും. പറഞ്ഞു മനസ്സിലായ? നമ്മൾ വളരെ സീരിയസ് ആയിട്ട് ഉടമ്പടി കാണേണ്ടത്. നിങ്ങൾ ഈ IELTS പാസ്സാകാനും വസ്തു വിൽക്കാനും മകളെ കെട്ടിക്കാനും വേണ്ടി പെട്ടെന്ന് തരികയുടെ എന്തെങ്കിലും പരിപാടി കാണിച്ചിട്ട് വീണ്ടും നിങ്ങൾ അതെല്ലാം കാര്യം കണ്ടു കഴിയുമ്പോൾ പഴയ ഉടായ്പായിട്ടൊക്കെ ജീവിച്ചാൽ നിങ്ങൾ ദൈവം ഓർക്കത്തില്ല. ഉടമ്പടി ഓർക്കാൻ പറ്റിയ, ദൈവം ഓർക്കാൻ പറ്റിയ നമ്മൾ രക്ഷപ്പെട്ട്. ഉടമ്പടിയുടെ രണ്ടാമത്തെ ആക്ടിവേഷൻ പ്രിൻസിപ്പിൾ ഓർമ്മയാണ്. നിങ്ങൾ ദൈവത്തോട് ചെയ്ത ഉടമ്പടി ദൈവം ഓർക്കണത് പലപ്പോഴും നിങ്ങളുടെ കഷ്ടപ്പാടിൻ്റെ കാലത്ത് ദൈവം ഓർക്കും.
കഷ്ടപ്പാടിൻ്റെ കാലത്ത് ദൈവം അത് ഓർക്കും. പക്ഷെ ഒരു കാര്യമുണ്ട്, നമ്മൾ ഓർക്കണമെങ്കിൽ ദൈവത്തിരുസന്നിധി ദൈവത്തെ, ഇപ്പം കഴിഞ്ഞ ദിവസം ഒരു സാക്ഷ്യം ഉണ്ടായി. ശ്രുതിയുടെ മക്കളെ പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് സങ്കീർത്തനം 106:45 ഉടമ്പടി ഓർക്കുന്ന വിധം പറയുക. ഉടമ്പടി ദൈവം ഓർക്കണം. നമ്മൾ എന്തുകൊണ്ടാണ് ഉടമ്പടിക്ക് പറ്റുന്ന രീതിയിലുള്ളൊരു ജീവിതം ക്രമീകരിച്ച് പോണത്? നമ്മുടെ കഷ്ടപ്പാടിൻ്റെ സമയത്ത് ദൈവം നമ്മുടെ ഉടമ്പടി ഓർക്കണം. ഉടമ്പടി ആക്ടിവേറ്റ് ചെയ്യണത് ഉടമ്പടി ദൈവം ഓർക്കുമ്പോഴാണെന്ന് വീണ്ടും സങ്കീർത്തനം 106:45 106 സങ്കീർത്തനം 45 തിരുവചനം. അവിടുന്ന് അവർക്ക് വേണ്ടി തന്റെ ഉടമ്പടി ഓർമ്മിച്ചു. പറഞ്ഞേ, അവിടുന്ന് അവർക്ക് വേണ്ടി തന്റെ ഉടമ്പടി ഓർമ്മിച്ചു. തന്റെ കാരുണ്യാതിരേകം മൂലം അവിടുത്തെ മനസ്സലിഞ്ഞു. കഴിഞ്ഞ ദിവസം ഒരു സാക്ഷ്യം ഉണ്ടായി ഇവിടെ. ആ ദൈവത്തിൻ്റെ മനസ്സലിയിപ്പിക്കുന്ന ഒരു സാക്ഷ്യം. അതായത് അദ്ദേഹം ഓൺലൈൻ ഉടമ്പടിയാണ് എടുത്തിരിക്കുന്നത്. അതായത് ഓൺലൈൻ ഉടമ്പടി എടുക്കാൻ കാരണം അദ്ദേഹത്തിന് മക്കളില്ല. മനുവിൻ്റെ ഒരു സാക്ഷ്യമാണ്. അതായത് ഓൺലൈൻ ഉടമ്പടി എടുക്കുന്നുമ്പോൾ അദ്ദേഹം കുറച്ച് കാര്യങ്ങൾ ചെയ്ത്, തീർത്ഥാടന ഉടമ്പടിയല്ല, ഓൺലൈൻ ഉടമ്പടി. അദ്ദേഹം പള്ളിയിൽ പോയി കുമ്പസാരിച്ചു. ഒന്ന് ചിന്തിച്ച് നോക്കിക്കേ. അവിടെയാണ് വിഷയം. ദൈവം നിങ്ങളുടെ ഉടമ്പടി ഓർക്കാത്തതിൻ്റെ കാരണം എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. ഇവിടെ മനുഷ്യന്മാർ ദൈവതിരുസന്നിധിയിൽ ഉടമ്പടി എടുക്കുന്ന രീതികളുണ്ട്. ഓൺലൈൻ ഉടമ്പടി എടുക്കുകയും അദ്ദേഹം ഓൺലൈൻ ഉടമ്പടി കമ്പ്യൂട്ടറെ കുത്തി എടുക്കാൻ പോവുകയാണ്. എടുക്കുന്ന മുമ്പ് തന്നെ അദ്ദേഹം അതിൽ വിശ്വസിക്കുന്നു. ഞാൻ ദൈവത്തോട് ഓൺലൈനായിട്ട് ബന്ധപ്പെടാൻ പോവുകയാണ്, ദൈവം എന്നെ സഹായിക്കുമെന്ന് ആ മനുഷ്യൻ്റെ മനസ്സ് അദ്ദേഹത്തിന് അറിവ് കൊടുക്കുകയാണ്. നമ്മുടെ മനസ്സ് നമ്മളെ ദൈവം അനുഗ്രഹിക്കുമെങ്കിലേ നമുക്കറിയാൻ പറ്റും. അതിന് അഭിഷേക ലെവലിൽ വന്നാൽ കിട്ടിയാൽ മതി. നമ്മളിത് കഴിഞ്ഞിട്ട് യൂസ് ആൻഡ് ത്രോ, പിന്നെ അതിനെക്കുറിച്ച് അന്വേഷിക്കണില്ല, തിരക്കണില്ല. നമ്മൾ പഴയതുപോലെ പന്നിയുടെ ജീവിതമാണെങ്കിൽ നമ്മൾ ഓർക്കത്തില്ല. കാര്യം ഓർപ്പിക്കണതിൻ്റെ പ്രശ്നം ആ ഫാക്കൽറ്റിയും ഡിപ്പാർട്ട്മെൻറ്റും വേറെയാണ്. പരിശുദ്ധാത്മാവാണ്, അതാണ് വിഷയം. പരിശുദ്ധാത്മാവ് ഓർമ്മയുമായിട്ടാണ് ബന്ധം. ഈശോ പറയുന്നുണ്ട്, ടേക്ക് ദ ബെഡ് ഓഫ് ഗാഡ് 16:26. ശ്രദ്ധിക്കട്ടെ. 14:26 യോഹന്നാൻ. എന്നാൽ ഇത് പറഞ്ഞേ, എന്റെ നാമത്തിൽ പിതാവ് അയക്കുന്ന സഹായനായ പരിശുദ്ധാത്മാവ്. പരിശുദ്ധാത്മാവ് ആരാണ്? സഹായൻ. എന്ത് സഹായമാണ് ചെയ്യണമെന്ന് താഴെയുണ്ട്, ശ്രദ്ധിക്കണം. എന്ന് പറഞ്ഞ്, എന്നാൽ എന്റെ നാമത്തിൽ പിതാവ് അയക്കുന്ന സഹായനായ പരിശുദ്ധാത്മാവ് എല്ലാ കാര്യങ്ങളും നിങ്ങളെ പഠിപ്പിക്കുകയും ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടതെല്ലാം നിങ്ങളെ അനുസ്മരിപ്പിക്കുകയും ചെയ്യാം. ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളതെല്ലാം നിങ്ങളെ അനുസ്മരിപ്പിക്കുകയും ചെയ്യും. കൈയടിച്ച് കർത്താവിനെ സ്തുതിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നിങ്ങളുടെ കാര്യം മനസ്സിലാക്കണം. ആ വ്യക്തി പെട്ടെന്ന് ഈ ഉടമ്പടിയെക്കുറിച്ച് കേട്ടപ്പോൾ അത് ഓൺലൈൻ എടുക്കാൻ പോകുമ്പോൾ തന്നെ മനസ്സിൽ പരിശുദ്ധാത്മ പറയും, ഓൺലൈൻ ഉടമ്പടി എടുക്കുന്ന മുമ്പ് തന്നെ നീ ദൈവത്തിന് വഴിയൊരുക്കണം, ദൈവത്തിന് പ്രവർത്തിക്കാനുള്ള മാനസികാവസ്ഥ, ആത്മീയാവസ്ഥ ഉണ്ടാക്കണം. ഉടനെ അവൻ പോയി കുമ്പസാരിക്കാതെ ഇയാൾ വേറൊരു കാര്യം ചെയ്തു. എന്താ പറയുക, വീട്ടിൽ വന്നിട്ട് അച്ഛന്മാർ വീട് വഞ്ചരിക്കാൻ വന്ന രീതിയിൽ വീടെല്ലാം അടിച്ച് ക്ലീനാക്കി വൃത്തിയാക്കി. അതായത് വീടെല്ലാം നല്ല ക്ലീനാക്കിയിട്ടാണ് ഈ മനുഷ്യൻ തൻ്റെ മനസ്സും ക്ലീനാക്കി, ആത്മാവിനും ക്ലീനാക്കിയിട്ട്, തൻ്റെ പരിസരവും ക്ലീനാക്കിയിട്ടാണ് ഓൺലൈൻ ഉടമ്പടി എടുക്കുന്നത്. അതിൻ്റെ കാര്യം വെച്ച് കഴിഞ്ഞാൽ അത്രയും ഇടിച്ചുകുത്തി ബോധ്യം ഉള്ളിൽ നിന്ന് പരിശുദ്ധാത്മാവ് നൽകുകയാണ്. ഇതാണ് നിൻ്റെ വഴി, ഇത് കർത്താവ് ഈ ലൈനിൻ്റെ അപ്പുറത്തുണ്ട്, തീർച്ചയായിട്ടും യു വിൽ ബി ബ്ലെസ്ഡ്, തീർച്ചയായിട്ടും യു വിൽ ബി ബ്ലെസ്ഡ്. അതായത് ഈ ഒരു ഭക്തി നമുക്ക് വേണം. ഇതൊരു ഉടമ്പടിയുടെ ഒരു ഭക്തിയാണ്. ഒരു മനുഷ്യൻ ഓൺലൈൻ ഉടമ്പടിയോട് കാണിച്ച ഭക്തിയാണ്. തീർത്ഥാന ഉടമ്പടി എടുത്തിട്ട് പോലും 2 മാസമായിട്ട് കുമ്പസാരിക്കാത്ത പന്നികളുണ്ട്, അത് വേറെ വിഷയം. നമ്മൾ ശ്രദ്ധിക്കണം. അവിടെ ചെന്നപ്പോൾ അച്ഛൻ കണ്ടില്ല, കുറേ ഉടായ്പ പറയും. അവിടെ അച്ഛൻ കണ്ടില്ല, അവിടെ ചെന്നപ്പോൾ നിറച്ച ആളായിരുന്നു, ഇങ്ങനെയൊക്കെ ഓരോ ഉടായ്പ പറയും. ഇതൊന്നും ഏക്കത്തില്ല. നിന്നെ പന്നിയായിട്ട് ദൈവം ബ്രാൻഡ് ചെയ്തിരിക്കുകയാണ്. കാര്യം ഇത്രയും നാളായിട്ട്, കാര്യം ഇതിൻ്റെ പ്രധാനപ്പെട്ട ഒരു വിഷയം ആത്മാവിൻ്റെ വിശുദ്ധീകരണമാണ്.
അതിന് ദൈവത്തിന് പ്രാധാന്യമില്ലാതെ നിൻ്റെ വിഷയത്തിന് മാത്രം പ്രാധാന്യം കൊടുക്കുന്ന ആൾക്കാർ ഇതുപോലെ കുമ്പസാരമില്ല, വിശുദ്ധീകരണവും ഇല്ലാതെ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചെയ്തുകൊണ്ടിരിക്കും. അങ്ങനെ ഇത് മാത്രം ആൾക്കാരാ വെറുതെ ഉടമ്പടി എടുത്ത് പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചെയ്തുകൊണ്ടിരിക്കും. മറ്റു നടപടികളൊന്നുമില്ല. എന്നിട്ട് ഇതിൻ്റെ അകത്താണ് സംഭവങ്ങളെല്ലാം ഇരിക്കണമെന്ന് വിചാരിച്ചിരിക്കണം. എന്നുവെച്ചാൽ ഇതാണ് ചെയ്യാൻ ഈസി, മറ്റൊക്കെ ബുദ്ധിമുട്ടുള്ളതാണ്. ഇത്രയും ബുദ്ധിമുട്ടുള്ള ആൾക്കാർ ഇത്രയും കഷ്ടപ്പെട്ട് ഇങ്ങോട്ട് വരേണ്ട ഒരു കഥയുമില്ല. ഇത് സത്യമായ, നിങ്ങൾക്കറിയാമല്ലോ, കഷ്ടപ്പാടിൻ്റെ കാലത്ത് ദൈവം മനുഷ്യന് വേണ്ടി ചെയ്ത കാരുണ്യമാണ് ഉടമ്പടി.